Kubernetes Malayalam WebSeries സ്വാഗതം. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് EKS ആണ്, Kubernetes on AWS. സോ നമ്മൾ ഒരു ചെറിയൊരു ക്ലസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം, മാനേജ്ഡ് ബൈ AWS. എന്നിട്ട് അതിൽ നമ്മൾ 2 വർക്കർ നോട്ട്സ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് EKS ക്ലസ്റ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. അതായത് നമുക്ക് AWS തരുന്ന ഒരു ടൂള് EKS CTL എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതുപോലെ തന്നെ AWS CLI ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് GUIയിൽ നിന്ന് നമ്മുടെ കൺസോളിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കതിൻ്റെ വർക്കർ നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് നോട്ട് ഗ്രൂപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് EKS തന്നെ, അതായത് ആമസോണിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവരൊരു YAML ഫയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന YAML ഫയൽ. ഇതിപ്പോൾ നോക്കണം, ഈ YAML ഫയൽ നോക്കണം. ഇത് ഒരു ആമസോണിൻ്റെ ഒരു ഗിറ്റബിലാണ് കിടക്കുന്നത്, ആമസോൺ ലാബ്സ് എന്ന് പറഞ്ഞൊരു ഗിറ്റബിലാണ് കിടക്കുന്നത്. അപ്പം ഇതിനകത്ത് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത്, ക്ലസ്റ്ററിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലസ്റ്റർ, അതായത് ഫസ്റ്റ് നമ്മൾ ഇത് നോട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് UI വെച്ചിട്ട് നമുക്ക് മാനുവലി ചെയ്യാം. ഇത് ക്ലസ്റ്റർ ഈ പറയുന്ന നോട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള YAML ഫയലാണ്. ഇത് ക്ലൗഡ് ഫോർമേഷൻ ടെംപ്ലേറ്റാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ക്ലൗഡ് ഫോർമേഷനിൽ ചെന്നിട്ട് ഈ ടെംപ്ലേറ്റ് നമ്മൾ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഈ ഇൻസ്റ്റലേഷനിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ദി IAM പോളിസി. അപ്പം നമുക്ക് 2 പോളിസീസാണ് ഇതിനകത്ത് മെയിൻലി വേണ്ടത്. അതായത് ഒന്ന് നമുക്ക് ഇത് ക്ലസ്റ്റർ ബേസ്ഡ്, അതായത് മാസ്റ്റർ ക്ലസ്റ്ററിനൊരു IAM പോളിസി വേണം. അതുപോലെ തന്നെ വർക്കർ നോട്ട്സിന് നമുക്ക് ഒരു IAM പോളിസി വേണം. അപ്പം ഈ ഒരു ഇഷ്യൂ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നതുകൊണ്ട് ഈ ടെംപ്ലേറ്റും കൂടെ റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലസ്റ്റർ അപ്പാക്കാൻ പോകുന്നത്. AWSൽ എങ്ങനെ നമുക്ക് Kubernetes ക്ലസ്റ്റർ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് AWSൻ്റെ നേറ്റീവായിട്ടുള്ള സൊല്യൂഷനാണ് EKS, ഇലാസ്റ്റിക് കുബർനെറ്റിസ് സർവീസസ്. അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അത് EKS ഫസ്റ്റ് നമുക്ക് EKS ക്ലസ്റ്റർ എടുക്കാനായിട്ട് EKS കണ്ടെയ്നർ സർവീസസിൽ, AWSലെ കണ്ടെയ്നർ സർവീസസിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ECS ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്കർ എൻവയൺമെൻറ്റ് വെച്ചിട്ടുള്ള ആമസോണിൻ്റെ ഒരു സർവീസാണ്. ഓർക്കസ്ട്രേറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് EKS ആണ്. നമുക്ക് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഡെമോ ഞാൻ പേര് കൊടുക്കുകയാണ് ക്ലസ്റ്ററിൻ്റെ. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഞാൻ എടുക്കുകയാണ്. നമുക്ക് ക്ലസ്റ്ററിനൊരു റോൾ വേണം. ആക്ച്വലി നമ്മൾ ഒരു റോൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ കേസിനായിട്ടുള്ള നമ്മുടെ ക്ലസ്റ്റർ റോളാണ്. ക്ലസ്റ്റർ റോൾ EKS ക്ലസ്റ്റർ റോൾ ഇവിടെ വന്നു. ക്ലസ്റ്റർ ഒന്ന് റിഫ്രഷ് ചെയ്തല്ലോ. റിഫ്രഷ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലസ്റ്റർ റോൾ ഇവിടെ വന്നു. ഇത് നമുക്ക് എൻക്രിപ്ഷൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എൻക്രിപ്ഷൻ ഒന്നും വേണ്ട. നമ്മൾ ഡിഫോൾട്ട് VPC ആണ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ എല്ലാ സബ്നെറ്റ്സും അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ ഡിഫോൾട്ട് VPCയുടെ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്.
ഇത് ഇപ്പം ഇതിപ്പോൾ ഞാൻ പബ്ലിക്ലി ആക്സസിബിൾ എന്നുള്ള രീതിയിലാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ENI ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാണ് 17.9. API സർവീസസ്, ഓഡിറ്റ്, ഇതെല്ലാം നമുക്ക് ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ലോഗ് ചെയ്യാനായിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം ഇതായി. ഇനിയിപ്പം നമുക്ക് ക്ലസ്റ്റർ ജസ്റ്റ് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ നമ്മൾ ഡെമോ എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്റർ EKS ക്ലസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കത് ക്രിയേഷൻ കഴിഞ്ഞിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്, ക്ലസ്റ്റർ ക്രിയേഷൻ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ അതിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിംസ്പേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ NO നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് ഒന്നുമില്ല എന്ന് നമ്മൾ പറയാം. അപ്പം നമുക്ക് നോട്ട്സ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നോട്ട്ബുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഡെമോ NG നമ്മൾ കൊടുത്തു, എന്നിട്ട് റോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈസും കാര്യങ്ങളും നമ്മളെല്ലാം പറഞ്ഞു കൊടുത്തു. TT3 വരിക. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കീപ്പറാണ് ഇതിനകത്ത് റിസസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു, അതുകൊണ്ട് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, നമ്മൾ നോട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത്. ഇതിപ്പോൾ ക്രിയേറ്റിംഗ് സ്റ്റേറ്റിലാണ്. ക്രിയേറ്റ് ചെയ്യാം. ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന 3 വർക്കർ നോട്ട്സ്. നമുക്കിനി നമ്മൾ ഇതിൽ ചെന്നിട്ട് നോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 3 വന്നിട്ടുണ്ട്. നോട്ട് റെഡിയാണ്, ഒരെണ്ണം നോട്ട് റെഡിയാണ്, ബാക്കിയെല്ലാം വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പം ഗെറ്റ് PO ഓൾ സ്പേസസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ എല്ലാ കോമ്പോണൻസും പ്രോക്സി 4 വർക്കർ നോട്ട്സ് ഉണ്ട്. അതിൽ മിച്ചം 3 വർക്കർ നോട്ട്സ് ഉണ്ട്. അതിലെല്ലാം പിന്നെ നോട്ട്സ് AWS, ഇത് AWS ആയതുകൊണ്ട് AWS നോട്ട്സ് എന്ന് പറഞ്ഞ സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ കോഡ് DNS 2 ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനവും നമുക്ക് ഇപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ kubectl ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് പേര് Nginx ഇമേജ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. kubectl get PO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോഡ്സ് കാണാൻ പറ്റും, നമുക്ക് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ ഗെറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സാധനം ഡിപ്ലോയ്മെൻ്റ് ആണ്. ഈ കേസിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കേസിൽ നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മളിതിനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ലേണിംഗ്. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.